സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരുന്നു. കേരളത്തിൽ രോഗം ബാധിച്ച് 21 പേരാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇതുവരെ മരണപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ രോഗവ്യാപനത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് MK രാഘവൻ MP കേന്ദ്ര ആരോഗ്യ മന്ത്രി JP നദ്ദയോട് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, ഈ ഒരു അമീബിക് മസ്തിഷ്ക ജ്വരം ഈ ഒരു പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു രോഗവ്യാപനത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്നാണ് ആരോഗ്യ മന്ത്രി അറിയിച്ചിരിക്കുന്നത്, ആരോഗ്യ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് ദീപ്തി. ആരോഗ്യമന്ത്രിയല്ല അറിയിച്ചത്. MK രാഘവൻ MP കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ് ചെയ്തത്. കാരണം കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഈ അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അമീബിക് മസ്തിഷ്ക ജ്വരം കൂടുതൽ കോഴിക്കോട് ജില്ലയിലാണ് എന്ന് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മനസ്സിലാവുന്നത്. പക്ഷേ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കോഴിക്കോട് നിന്നാണ്. ഈ പലപ്പോഴും സംസ്ഥാന ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കണക്കുകൾ മറച്ചുവെക്കാനുള്ളൊരു നീക്കമുണ്ട്, അത്തരത്തിലൊരു ശ്രമമുണ്ട്, അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ആ ആക്ഷേപങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപനം. ഏകദേശം 21 പേർ മരിച്ചു എന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുന്നു. അതിൽ കൂടുതൽ ആളുകൾ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. കാരണം പല മരണങ്ങളും ഈ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരെ പോലും ചിലപ്പോൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നൊരു സാഹചര്യം അത് ഹൃദയാഘാതമാണ്, അത് മറ്റ് കാരണങ്ങൾ കൊണ്ടാണ് തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവർ പിന്നീട് മരിക്കുമ്പോൾ പോലും അത്തരം കാരണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ ഈ ആരോഗ്യവകുപ്പിനെതിരെ ആക്ഷേപം ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ കണക്കുകൾ മറച്ചുവെക്കാനുള്ള ഒരു നീക്കം ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൻ്റെ വ്യാപനത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് MK രാഘവൻ MP ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതാവശ്യപ്പെട്ട് MK രാഘവൻ MP കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയ്ക്ക് കത്തയക്കുകയാണ് ചെയ്തത്. ആ കത്തിൽ പറയുന്നത് ഈ പ്രകാരമാണ്. ഔദ്യോഗിക കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ഇതുവരെ 21 പേർക്കാണ് ജീവൻ നഷ്ടമായതെന്നും രോഗകാരണം കണ്ടെത്താൻ ഈ കേരളത്തിലെ ആരോഗ്യ വകുപ്പിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പുമായി സഹകരിച്ച് രോഗനിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം. ഈ രോഗബാധിത ജില്ലകളിൽ വേഗത്തിലുള്ള രോഗനിർണയ സൗകര്യങ്ങൾ സ്ഥാപിക്കണമെന്നും ഈ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് വലിയൊരു അനിവാര്യതയെ വരുന്നു. അതിനിടെ തന്നെ ഈ അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട രോഗവ്യാപനം തടയുന്നതിനാവശ്യമായ ജാഗ്രതാ പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. എന്നാൽ കൃത്യമായി ഈ രോഗം എങ്ങനെ വരുന്നു എന്നുള്ളത് കൃത്യമായി ഇതുവരെ ഒരു വ്യക്തതയുണ്ടാക്കാൻ ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ആദ്യം പറഞ്ഞത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും പടരുന്നു, ഈ ഒഴുക്കില്ലാത്ത വെള്ളത്തിൽ നിന്ന് പടരുന്നു എന്നൊക്കെയാണ്. അത് പുറത്തുനിന്നുള്ള ജലസ്രോതസ്സുകൾ എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ അത് വീട്ടിൽ ഉപയോഗിക്കുന്ന വെള്ളത്തിൽ നിന്ന് പോലും പടരുന്നൊരു സാഹചര്യമുണ്ട്. 4 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചതിൽ പോലും എങ്ങനെയാണ് ഈ രോഗം പടർന്നത് എന്ന് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തത കൈവരുത്താൻ ആരോഗ്യവകുപ്പിനോ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർക്കോ കഴിഞ്ഞിട്ടുമില്ല. അവർ ഒരു സംശയം പറയുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതാണ് ഉറവിടം എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഇതുവരെയായി സംസ്ഥാന ആരോഗ്യവകുപ്പിന് സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര സംഘത്തെ പഠനത്തിനായി അയക്കണമെന്നുള്ളത് MK രാഘവൻ MP ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോഴിക്കോട് ജില്ലയിൽ മാത്രം ഇപ്പോൾ 11 പേരാണ് ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 10 പേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന കെട്ടിടത്തിൽ മുതിർന്നവരായ 6 പേരും ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ 4 കുട്ടികളും ചികിത്സയിലുണ്ട്. ഒരാൾ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ കഴിയുന്നു. അങ്ങനെ കോഴിക്കോട് നിലവിൽ 11 പേർ കഴിയുന്നു. സംസ്ഥാനത്തെ കണക്കുകൾ ഇതുവരെയായി എത്ര പേർ ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നു എന്ന കണക്കുകൾ ആരോഗ്യവകുപ്പ് പുറത്തുവിടുന്നില്ല എന്നുള്ളതും ആരോഗ്യവകുപ്പിനെതിരെ വരുന്ന ഒരു രൂക്ഷ വിമർശനത്തിൻ്റെ കാരണമാണ്. അതിനിടെയാണ് MK രാഘവൻ MP ഇത്തരത്തിലൊരു ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ശരി, സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രത തുടരുകയാണ്. കേരളത്തിൽ രോഗം ബാധിച്ച് 21 പേരാണ് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇതുവരെ മരണപ്പെട്ടത്. ഈ സാഹചര്യത്തിൽ രോഗവ്യാപനത്തെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സംഘത്തെ അയക്കണമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോട് MK രാഘവൻ MP ആവശ്യപ്പെട്ടു. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.